നമസ്കാരം, ഏവർക്കും നവരസ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. വി ഡി സതീശൻ അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന് ഒരു പുതിയ മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുകയാണ് വി ഡി സതീശൻ. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലുള്ള വെല്ലുവിളികളും സാധ്യതകളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത്. വെല്ലുവിളി എന്ന് പറയുമ്പോൾ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഖജനാവ് ഓൾമോസ്റ്റ് കാലിയാണ്. മുൻ സർക്കാരുകൾ വരുത്തിവെച്ച ധൂർത്തും അഴിമതിയൊക്കെ കാരണം സാമ്പത്തിക അവസ്ഥ വല്ലാതെ പിന്നോട്ട് പോയിരിക്കുന്നു. അപ്പോഴാണ് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയാണ് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയാണ് ഈ സർക്കാർ അധികാരമേറ്റിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള ബസ് യാത്ര, അങ്ങനെ തുടങ്ങി പല ഗ്യാരണ്ടികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കാനായിട്ട് വലിയൊരു വലിയൊരു തുക തന്നെ വേണ്ടിവരും. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത് എത്രത്തോളം സാധ്യമാകുമെന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ തന്നെ ജൂൺ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്യാരണ്ടികളൊക്കെ നടപ്പിലാക്കാൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്സ് അല്ലെങ്കിൽ സാമ്പത്തികം കേരള സർക്കാരിന് ആവശ്യമാണ്. മദ്യവും ലോട്ടറിയുമാണ് നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തികം കിട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു മാർഗത്തിലേക്ക് സർക്കാർ പോകേണ്ടിയിരിക്കുന്നു. വ്യവസായങ്ങൾക്ക് പേര് കേട്ട നാടേ അല്ല കേരളം. വ്യവസായികളെ ഓടിക്കുന്ന നാടാണ് കേരളം. ഇപ്പോഴത്തെ യുവതലമുറയൊക്കെ കേരളം വിട്ട് പോകുന്ന അവസ്ഥയാണ്. മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു വിരാമം ഇട്ടുകൊണ്ട് കേരളത്തിലെ വ്യവസായങ്ങളെ കൊണ്ടുവരിക, ഇവിടെ തന്നെ സ്വയം തൊഴിൽ ഉണ്ടാക്കിയെടുക്കുക, ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് പോകുമെന്നും നമുക്ക് കേരളത്തിന് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ സർക്കാരിന് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇപ്പോൾ 6 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ പൊതുകടമെന്ന് പറയുന്നത്. അതായത് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും കടബാധ്യതയുണ്ടെന്ന് സാരം. മാസങ്ങളായി നടന്നിരുന്ന ആശാവർക്കർമാരുടെ സമരത്തെ തിരിഞ്ഞു പോലും നോക്കാത്തൊരു സർക്കാരാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷം അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം. PSC റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പോലും ജോലി ലഭിക്കാത്തതിൻ്റെ പേരിൽ മുട്ടിലടിഞ്ഞും മുടിമുറിച്ചും സമരം ചെയ്ത യുവതയുള്ള നാടാണ് കേരളം. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കയറിയപ്പോൾ ഉടൻ തന്നെ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ ആയമാർക്കുള്ള ഓണറേറിയം കൂട്ടി 12,000 രൂപയായിട്ട് അവരുടെ ശമ്പളം. മാത്രമല്ല, കേരള പദ്ധതി റദ്ദാക്കി. ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യാശ വയ്ക്കാൻ പറ്റാവുന്ന ഒരു സർക്കാർ തന്നെയാണ് ശ്രീ വി ഡി സതീശൻ്റേത്. വി ഡി സതീശൻ സർക്കാരിന് മുന്നിലുള്ള സാധ്യതകൾ ഒരുപാടാണ്, അനന്തരമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം മദ്യവും ലോട്ടറിയുമാണ് സർക്കാരിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇവിടെ വ്യവസായങ്ങൾ വരണം. ചെറുപ്പക്കാർക്ക് ബിസിനസ് തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളം മാറും. തുറമുഖം അറിയാം, നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രാധാന്യം അറിയാം. അപ്പോൾ അങ്ങനെയുള്ള രീതികളിലേക്ക് സർക്കാർ മാറണം. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകണം. അപ്പോൾ ഒരുപാട് യുവാക്കൾ പുറത്തൊന്നും പോകാതെ ഇവിടെ തന്നെ നിൽക്കും, ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മുടെ തന്നെ എക്കോണമിക്ക് നല്ലതാണ്, നമ്മുടെ GDP ഉയരും. മാത്രമല്ല, ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ് കേരളം. ഇപ്പോഴും എനിക്ക് സങ്കടം തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ സാമ്പത്തിക സ്രോതസ്സ് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സുന്ദര കേരളമായിട്ട് നമ്മുടെ നാട് മാറും. അതിന് വി ഡി സതീശനാവട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ചെയ്യുന്നതിന് അത് ഒരുപാട് പ്രചോദനമാണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.